ഗൈസ് ഇപ്പോൾ രാവിലെ നേരത്തെ 6 മണിയായിട്ടില്ല കേട്ടോ. അപ്പൂനൊരു ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഉണ്ട്. അപ്പോൾ അപ്പു അങ്ങോട്ട് പോകും. അപ്പോൾ പോത്തിനെ നേരത്തെ അയച്ചു തന്നിരിക്കാനായിട്ട് തൊഴുത്ത് ക്ലീൻ ചെയ്യുന്ന വീഡിയോസൊന്നും ഇന്ന് എടുത്തിട്ടില്ല കേട്ടോ. അത് നമ്മൾ ഇടയിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ പോത്തപ്പന്മാർ നേരി പോകുന്നുണ്ട് ഗ്രൗണ്ടിലോട്ട്. ആ സൈഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തോട്ടിക്കൊക്കെ പോകും കേട്ടോ. അതുകൊണ്ടാണ് ഈ സൈഡിലേക്ക് ആക്കിയത്. എനിക്കിതൊക്കെ പറയാൻ എളുപ്പം. അപ്പോൾ അത് അവിടെ 3 കൂടെ രാവിലെ എണിച്ച് മെയ്തിനെയും കാട്ടി കുത്തുകൂടിയിട്ടും കൊമ്പ് കോർത്തിട്ടൊക്കെ കുറേ നേരം നിൽക്കും. എന്നിട്ടൊക്കെ മെയ്യാൻ പോവുള്ളൂ ആശാന്മാർ എന്നുണ്ടോ. അപ്പോൾ നമ്മുടെ ഇന്ന് ഞാൻ മിക്കൂസും കൂടിയാണ് പോത്ത് മേയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. പോത്ത് ഞങ്ങളുടെ ഗ്രൗണ്ടിലെത്തി കൊമ്പ് പുറത്ത് നിൽക്കണുണ്ടോ. ഇത്തിരി വെട്ടക്കുറവുണ്ട്, കാരണം അത് ഇപ്പോൾ നേരത്തെ ആയതുകൊണ്ടാണ്. ഒരുപാട് നേരം വെളുത്തിട്ടില്ല, അതിൻ്റേതായിട്ടുള്ളൊരു കുറവുണ്ട്. ബാ ബാ അപ്പോൾ വേണ്ട നമ്മുടെ പോത്തും 2 കൂടെ കൊമ്പ് പുറത്ത് നിൽക്കണത്. ഇത് ഒരാൾ നിൽക്കണം. കാഴ്ച വേണ്ട പോത്ത് മുട്ടുകുത്തി നിന്നിട്ട് മെയ്യണത് ഞാൻ ആദ്യമായിട്ട് കാണണം. മുട്ടുകുത്തി നിന്ന് മെയ്യുന്നത് ഇടി കൂടിയിട്ടാണല്ലോ മെയ്ച്ചിലൊക്കെ. അവനതാ മെയ്യുണ്ട്. ഇവറ്റകൾക്ക് ഇവിടെ ഇടികൂടലും ഉണ്ട്, എന്താ അതിൻ്റെ ഇടയിൽ മെയ്ച്ചലും ഉണ്ട് കേട്ടോ. 2 കൂടിയാണ് നടത്തണത്. മേടാ ഇവിടെ വടിയോടെ അവൻ്റെ തലയിൽ ഇവൻ്റെ കയർ കുടുങ്ങിയെന്നാ തോന്നുന്നത്. ഇതടുത്ത ആൾ ഇടിയൊക്കെ കൂടിയിട്ട് അവന്മാർ നിന്ന് മേയട്ടെ. അപ്പോൾ രാവിലെ നേരത്തെ മിക്കൂസ് എണീറ്റിട്ടുണ്ട്. മിക്കു ഹായ് പറയും. ഹായ് പറയും. ഹായ് പറയാനുള്ള മൂഡിലല്ല. ഉറക്കം പൂർണ്ണമായിട്ട് മതിയാവാണ്ട് എണീറ്റതുകൊണ്ട് അതിൻ്റെ ശീലക്കേടുണ്ട്. ആപ്പ് വരും. അതാ നമ്മുടെ പുറകിൽ നമ്മുടെ പോത്തുകൾ മെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് മിക്കൂസിന് വീഡിയോ എടുക്കണം എന്നാട്ടാ പറയുന്നത്. നോക്കുക മിക്കു എന്താ ചെയ്യണേ? അവൻ ഫോട്ടോ എടുക്കണം. രാവിലെ 3 കൂടെ കൊമ്പ് കോർത്ത് നിൽക്കുക മേയാണ്ട്. ഒരു വടിയെടുത്തപ്പോൾ എല്ലാം ഓടി മേയും. പിന്നെ വടിയെടുത്ത് കഴിഞ്ഞ് പിന്നെ പുറകെ നമ്മൾ ഓടേണ്ടി വരുമല്ലോ എന്ന് വെച്ചിട്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ അതിരാവിലെ പോത്തിനെ വീട്ടിയുടെ പോത്തിൻ്റെ കൂടെയുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണെന്ന് നിങ്ങൾക്കായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ ഇതാ നമ്മുടെ പോത്തപ്പം വരെയുണ്ട വേണ്ട എൻ്റെ പുറകിൽ വരിയായി മെയ്യുന്നുണ്ട് കേട്ടോ. അതാ അവ വീണ്ടും കുത്തുകൂടാൻ വന്നിരിക്കുകയാണ്. ഒരു കുത്തുകൂടും കുറച്ച് മെയ്യും കുത്തുകൂടും. ഇതാണ് ഇപ്പോൾ ഇന്നത്തെ രാവിലത്തെ പരിപാടി. രാവിലെ ഒരു പരിപാടി കഴിച്ചോട്ടെ. നമുക്ക് പോയിട്ട് തവിട് കലക്കി വെക്കണം കേട്ടോ ഗൈസ്. നമുക്ക് പോയി തവിടൊക്കെ കലക്കി വയ്ക്കാം. ഇവരിവിടെ തന്നെ നിന്ന് മെയ്ഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ഇവർ അപ്പുറത്തേക്കൊക്കെ പോവും. ശ്രദ്ധിച്ചാൽ മതി ഇടയിൽ. നോക്കുക ഇടികൂടുന്നത് നോക്ക്, നല്ല കഠിനമായിട്ടുള്ള ഇടികൂടൽ. കഠിനം പറഞ്ഞാൽ നോക്ക്, ഒരാൾ മുട്ടൂത്തിയൊക്കെ കിടന്നിട്ടാണ് ഇടികൂടണത്. ഇവർക്കിപ്പോൾ ഇത്തിരി ഇടികൂടൽ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. നോക്കുക രാവിലെ എണീറ്റിട്ട് കൊമ്പും കോർത്ത് നിൽക്കുകയാണ് ആശാന്മാർ. 11 കൂടെ പോകുന്നു നോക്കി. നിങ്ങളെന്തോ അടികൂടിയില്ല, ഞാൻ മേട്ടെ എന്നുള്ള ഭാവത്തിൽ നോക്കി ഇടികൂടി അവിടെ തന്നെ നിന്ന് മീനും കണ്ട. ശരി എന്നല്ല ഇവർ മേയട്ടെന്ന് പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഇവർ മെയ്യുന്നൊരു കുഞ്ഞു വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവർ ഇടികൂടണത് ഞാൻ എടുത്തെടുത്ത് കാണിച്ചു എന്ന് മാത്രം. ഇത് കാണാൻ നല്ല രസമല്ലേ ഇവർക്ക് ഇടികൂടണതും, എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്ന് കാണിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമല്ലേ. അതാട്ടോ കാണിച്ചത്. നമ്മുടെ പോത്തുകൾ അടികൂടിയിട്ടൊക്കെ മേയട്ടെ. അപ്പോൾ നമുക്ക് തവിട് ഇലക്കി വയ്ക്കാം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഷോർട്ടാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കഴിഞ്ഞിരിക്കും. ബൈ.